അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുളക്കടവിൽ ഭയന്നു നിൽക്കുകയാണ് സൗദ. അനിയത്തിക്കുട്ടിയാണെങ്കിൽ പേടിച്ച് കരയുന്നുമുണ്ട്. സൗദ, ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം തന്നില്ല എനിക്ക്. പറമോളെ. അവളെ പേടിപ്പിച്ചുകൊണ്ടാണ് സത്താർ അത് പറയുന്നത്. അവളാകെ പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു. പഠിച്ചോനെ, എൻ്റെ ജീവിതം ഏതു നിമിഷവും ഒന്നുമല്ലാതാവും എന്നവൾ ചിന്തിച്ചു. പേടിച്ചു നിൽക്കുന്ന അനിയത്തിക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. പാവം കുട്ടി പേടിച്ച് കരയുന്നുണ്ടായിരുന്നു. അല്ലാ, ഞാനെന്ത് ചെയ്യും? എനിക്കറിയുന്നില്ലല്ലോ റഹ്മാനെ, ഇതെൻ്റെ അവസാനമാണോ എന്നിവരെ അവൾ ചിന്തിച്ചു. ദയവായി എന്നെ ഉപദ്രവിക്കരുത്. ആരാ പെണ്ണെ നിന്നെ ഉപദ്രവിച്ചത്? നിന്നെ ഞാൻ ഉപദ്രവിക്കില്ലല്ലോ. നിനക്ക് യെസ് ഓർ നോ പറയാലോ. എന്താ നീ എന്തൊന്നും മിണ്ടാത്തത്? ദയവായി എൻ്റെ നിക്കാഹ് ഉറപ്പിച്ചതാണ്. ഞാൻ നിക്കാഹ് ഉറപ്പിച്ച പെണ്ണാണ്. നിങ്ങൾ ദയവായി എന്നെ ശല്യപ്പെടുത്തരുത്. ആഹാ, അപ്പോൾ മക്കളുള്ളവരെയൊക്കെ നീ നിക്കാഹ് കഴിക്കും അല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് അതാ അയാളുടെ കൈ നേരെ സൗദയുടെ നേരെ ശക്തമായി ഓങ്ങുകയാണ്. അല്ലാ, അവൾ പേടിച്ച് നിലവിളിക്കുന്നു. എന്നാൽ പെട്ടെന്ന് ആരടാ അത്? ആരാ കുളിക്കുന്ന പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളക്കടവിൽ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായൊരു ഗർജനത്തോടു കൂടി ഒരാൾ അങ്ങോട്ട് പാഞ്ഞെടുക്കുന്നു. സൗദയുടെ നേരെ ഓങ്ങിയ ആ കൈകളതാ അയാൾ പിടിച്ചു വെക്കുന്നു. മക്കളെ പൊയ്ക്കോളും, ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. സൗദയും അനിയത്തിയും കിട്ടിയ ഡ്രസ്സെല്ലാം വലിച്ചു വാരിയെടുത്ത് അവർ ഓടി രക്ഷപ്പെടുകയാണ്. ഇത്താത്ത ഓടിക്കോളി, മക്കൾ പേടിക്കണ്ട, ഇവൻ്റെ കാര്യം ഞാൻ നോക്കാം. ആഹാ, അങ്ങനെ അങ്ങ് പേടിയില്ലാതെ ഇവിടെ വിലസാൻ പറ്റുമോ? പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളക്കടവിൽ എന്താടാ ഒളിഞ്ഞു നോക്കാൻ വന്നതാണോ ചെറ്റെ എന്ന് പറഞ്ഞതാ സത്താറിൻ്റെ നേരെ അയാൾ കയ്യോങ്ങുന്നു. ഹേയ്, അല്ല, ഒരിക്കലും അല്ല. ഒരിക്കലും ഞാൻ അവരെ ഒളിഞ്ഞു നോക്കാൻ ഒന്നിനും വന്നതല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ. എന്ത് കാര്യടാ? ഇവിടെയാണോ കാര്യം ചോദിക്കലേ? അയാളെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുന്നു. അതാ സത്താറിന്. സത്താർ പറയുന്നു, ദേ, എൻ്റെ ദേഹത്ത് തൊട്ടാലേ എന്നെ വേദനിപ്പിച്ച ആരെയും ഞാൻ സത്താർ വെറുതെ വിട്ടിട്ടില്ല. നീ ഒന്ന് വാടാ എന്നെ വേദനിപ്പിക്കാൻ എന്ന് പറഞ്ഞ് അയാൾ കണക്കിന് അയാൾക്ക് അതാ നല്ല രീതിയിൽ കൊടുക്കുന്നു. സൗദ ഒരു നിമിഷം ആലോചിച്ചു. പഠിച്ചോനെ, ഞങ്ങൾക്ക് രക്ഷകനായി വന്നത് ആരാണ്? അറിയുന്നില്ല. മുഖം പോലും ഞാൻ നോക്കിയിട്ടുമില്ല. അവളും അനിയത്തിയും ഓടിക്കിതച്ച് അതാ വീട്ടിലേക്ക് ചെല്ലുന്നു. ഉമ്മാ ഉമ്മ, ചെറിയ മോൾ കരയുന്നു. മക്കളെ, എന്താ 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 അലക്കി കഴിഞ്ഞോ? ഉമ്മ, അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തേ മക്കൾക്ക്? ഉമ്മ, അവിടെ സത്താർക്ക് ഇത്തയുടെ നേരെ കയ്യൊങ്ങി വന്നു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ റബ്ബേ, ഈ ചെങ്ങായിൻ്റെ ഇത് ഇപ്പോഴും മാറിയില്ലേ? പഠിച്ചവൻ, എൻ്റെ കുട്ടിയൊക്കെ ജീവിതം ഉണ്ടാണ്. ഓൻ സമ്മതിക്കൂല തോന്നുന്നുണ്ട്. മോളെ സൗദ, ഉമ്മാൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? അവളാകെ കിതക്കുന്നുണ്ടായിരുന്നു. ഇല്ലമ്മ, പറ്റിയിട്ടൊന്നുമില്ല. എൻ്റെ കുട്ടി വല്ലാണ്ട് കിതക്കുന്നുണ്ടല്ലോ. അല്ലാ, പോണ്ടില്ലായിരുന്നു. ഉള്ള വെള്ളം കൊണ്ട് ഇവിടെ നിന്ന് അലക്കിയാൽ മതിയായിരുന്നു. എന്ത് നേരത്തെ റബ്ബേ, ഞാനാണെങ്കിൽ പോണ സമയത്ത് ഓരോന്ന് ആലോചിച്ച് പേടിച്ച് നിൽക്കുമായിരുന്നു. എനിക്കറിയുന്നില്ല. ഉമ്മാൻ്റെ കുട്ടി പേടിച്ച് സാരല്ല കേട്ടോ. സൗദയുടെ ഉമ്മ അതാ പുറത്ത് തട്ടിക്കൊടുക്കുന്നു. അവളാകെ പേടിച്ച് കരയുന്നു. മോളെ കരയണ്ട, പഠിച്ചവനെ, ഇതെങ്ങാനും ഓല അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്തെങ്കിലുമൊക്കെ അവിഹിത ബന്ധമുണ്ട് എന്ന് വരെ പറഞ്ഞൊപ്പിക്കും. ഉമ്മ, എനിക്ക് പേടിയാണ് അയാളെ. എനിക്കൊരിക്കലും ഇഷ്ടമല്ല ഉമ്മ. മോളെ, കുറേ കാലമായില്ല എന്നോട് പറയണത് നിങ്ങളെ മോളെ കെട്ടിച്ച് തരുമോ ചോദിച്ചിട്ട്. ഓനിപ്പോൾ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട്, പിന്നെന്താ ഇതിൽ നിൽക്കണത്? ഉമ്മ, അത് തന്നെ എന്നോട് പറയണത്. അപ്പോൾ നിനക്ക് മക്കളുള്ളവരും ഭാര്യ ഉള്ളവരൊക്കെ സ്വീകരിക്കണമെങ്കിൽ കുഴപ്പമില്ലല്ലേ? എനിക്ക് കുഴപ്പമില്ലേ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ നേർക്ക് വരുന്നത്. ഉമ്മ, എനിക്ക് പേടിയാണ്. മോളെ പേടിക്കണ്ട. ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ഓരോടൊന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാലേ പറയാൻ പറ്റൂല, ഒന്നിനും അടിക്കാൻ പറ്റൂലേ. ഇവിടെ അല്ലെങ്കിൽ നാളെ അങ്ങോട്ടും വന്നാലോ ഓൻ എന്തിൻ്റെ അസുഖമെന്നാവോ? അല്ലെങ്കിലും അയാൾക്ക് തള്ളാരെന്നോ കുട്ടികളെന്നോ അങ്ങനെയൊന്നുമില്ല. പേടിയാണ് ഓൻ്റെ കാര്യത്തിൽ തന്നെ. ഓൻ്റെ പെണ്ണുങ്ങളോട് ദിവസം പോയി പറയാൻ വേണ്ടത്. ഉമ്മ, അതിൻ്റെ വൈഫിനോട് പോയി പറഞ്ഞിട്ടെന്താ? പാവം പെണ്ണല്ലേ അത്. ആ പെണ്ണ് ഒരിക്കലും ഇങ്ങോട്ട് എന്ത് തയ്ക്കാൻ വേണ്ടി വന്നപ്പോഴും ഒരുപാട് ഈ കാര്യം പറഞ്ഞ് കരഞ്ഞിരുന്നു. ശരിയാണല്ലേ? അല്ലെങ്കിലും അങ്ങനത്തെവർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും, പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക്. റബ്ബേ, ഇത് വല്ലാത്തൊരു ഇടങ്ങാറായി പോയല്ലോ. ഓനാണെങ്കിലും ഓൻ്റെ തണ്ടും തടിയും വലിപ്പം കണ്ട പേടിയാകും. എന്ത് കാര്യത്തിനും ഓൻ
എൻ്റെ കുട്ടീനെ ശല്യപ്പെടുത്താൻ വരുന്നത്? എന്നിട്ട് മോളെ എങ്ങനെ ഞങ്ങൾ അപ്പോഴേക്കും ആരോ വന്ന് അയാളെ കൈ ബാക്കിന്ന് പിടിച്ച് എന്തൊക്കെയോ ചീത്ത പറഞ്ഞ് ഞങ്ങളോട് പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങൾ കുളിക്കണോടത്ത് ഒളിഞ്ഞു നിൽക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്തൊക്കെയാ പറയുന്നുണ്ട്. മോളെ ഓന് പക ഉണ്ടാവും, ഉറപ്പാണ്. ഓൻ്റെ പക വീടൂല. ഓൻ്റെ പക നമ്മളോട് തന്നെ ആയിരിക്കും. ഇനി എന്താ റബ്ബേ കാട്ടുക? ആ രാത്രിയിൽ അവർക്ക് സമാധാനമില്ലായിരുന്നു. സത്താറ് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ഉമ്മ അതിൻ്റെ പെൺമക്കളെയും കൊണ്ട് വല്ലാതെ പേടിച്ച് പോവുകയാണ്. അല്ലാ, ശരിക്കും അടച്ചുറപ്പില്ലാത്തൊരു വീടും ഒന്നും എൻ്റെ കാലുകൊണ്ടൊന്ന് തള്ളിയാൽ പുറത്തേക്ക് മറിയും, അങ്ങനത്തെ വാതിലാണ് ഉള്ളത്. അല്ലാ, എന്താ റബ്ബേ കാട്ടുക? ഈ പെൺമക്കളെയും കൊണ്ട് ഞാൻ എന്താ ചെയ്യുക? സൗദയുടെ ഉപ്പയുടെ കാര്യത്തിൽ തീരെ ഒരു ഉറപ്പില്ല. അയാൾ കുറച്ച് ദിവസം ഇവിടെ കണ്ടാൽ പിന്നെ അയാൾ കോയമ്പത്തൂരോ അവിടെയും ഇവിടെയൊക്കെ പോയി താമസിക്കും. പലരും പറയുന്നത് അയാൾക്ക് വേറെ കുടുംബവും ഭാര്യയൊക്കെ ഉണ്ട് എന്നതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് അയാളെക്കുറിച്ച് തീരെ ഒരു പ്രതീക്ഷയില്ല. വരുമ്പോൾ വരും, എന്തെങ്കിലും തിന്നും, അതൊക്കെ തന്നെ. മക്കളുടെ കല്യാണത്തിനെ കുറിച്ചോ അങ്ങനെയൊന്നുമില്ല. അധികം ആളുകളുടെയും ചിന്ത അവർക്ക് ഉപ്പയില്ല എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്ക് ആ വീട്ടിൽ പേടിയില്ലാതെ കയറാനും അവർക്ക് ധൈര്യമാണ്. ഉമ്മയും പെൺമക്കളും പേടിച്ചാണ് കഴിയുന്നത്. അത് എല്ലാവർക്കും അറിയാം. മക്കൾ സുന്ദരികളൊക്കെ തന്നെയാണ്. പക്ഷേ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിലും പിന്നെ ബാപ്പയുടെ സ്വഭാവമൊക്കെ അങ്ങനെയൊക്കെ ആയതിൻ്റെ പേരിലും പല വിവാഹങ്ങളും കാര്യങ്ങളും അതൊക്കെ മുടങ്ങി പോകുന്നു. ഉമ്മ കണ്ണീർ വാർക്കുകയാണ്. എൻ്റെ റബ്ബേ, ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ ആണുങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമായിരിക്കും. ഇതിപ്പോൾ എനിക്ക് പഠിച്ചോനെ നീയല്ലാതെ കാവലില്ലല്ല. ഉമ്മ കരയുകയാണ്. മോളെ സൗദ, ഉമ്മാൻ്റെ കുട്ടീനെ നിൽക്കാമെങ്കിലും കഴിഞ്ഞിട്ട് ഒന്ന് അതിനും എൻ്റെ ബാപ്പ വരുമോ അറിയില്ല. പലർക്കും അറിയില്ല ഇവിടെ ബാപ്പ ഉള്ളതൊന്നും. അത് ചിലപ്പോൾ വരും, ചിലപ്പോൾ ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. ഞാൻ ആരോടൊരു കുറ്റം ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും. എന്തൊക്കെ തന്നെയാലും നിങ്ങളെ ബാപ്പന്നല്ലേ. ബാപ്പാക്ക് വേറെ കുടുംബം ഉണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞു കേട്ടീനോ? കോയമ്പത്തൂരാണെന്നോ ആർക്കറിയാം. അതുകൊണ്ടൊന്നും കുറേ വിഷമിക്കുക എന്നല്ലാതെ നമ്മൾ അല്ലാ. ഉമ്മ നിങ്ങൾ പേടിക്കല്ലേ, പഠിച്ചുണ്ടാവും നമ്മളെ കൂടെ. മോളെ ശരിയാണ്, ഇങ്ങനത്തെ ഈ തണ്ടും തടിയുള്ള മനുഷ്യന്മാർ വന്ന് കാണുന്ന കുട്ടികളെ നേർക്കെടുത്ത ഞാൻ എന്താ ചെയ്യുക? നമുക്ക് തടുക്കാൻ കഴിയൂലല്ലോ. ഇങ്ങനെ ഉണ്ടല്ലോ റബ്ബ്. ആരോട് പറയാം? ആരോടെങ്കിലും പറഞ്ഞാൽ അതിനും വലുതോ നമുക്ക് തരും. രാത്രി ആകുമ്പോഴേ പേടിയാണ്. വാതിലടിച്ച് പൂട്ടിയാളും ഓൻ്റെ കാലുകൊണ്ടൊന്ന് കിട്ടിയാൽ മതി, അതുകൂടെ പൊഴിഞ്ഞാടും. പേടിയാണ്. പെമ്മക്കളെ അങ്ങനെ നോക്കി വളർത്തുകയാണ്. പഠിക്കാൻ പോകാൻ തന്നെ മക്കൾക്ക് പേടിയാണ്. ഓൻ്റെ വഴിയിൽ നിന്നൊക്കെ ഓരോരോന്ന് ചോദിക്കും, വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയും. അതൊക്കെ ആർക്കറിയാം? ഇനി മയക്കുമരുന്ന് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണോ ഇങ്ങനത്തെ സ്വഭാവവും കാര്യങ്ങളും? ആർക്കറിയാം? പഠിച്ചോനെ കാത്തു രക്ഷിക്കണേ. മക്കളെ ഒന്നും വാങ്ങരുതിട്ടോ. എന്തൊക്കെ തന്നെ ഉമ്മ ചെറിയ പെൺകുട്ടികളോടും പറയുന്നു. അതെ, ആര് തന്നെ വഴിയിൽ വെച്ച് എന്തൊക്കെ തന്നെ തരികയാണെങ്കിലും എൻ്റെ കുട്ടികൾ അത് എടുക്കരുത് കേട്ടോ. കണ്ടില്ലേ പത്രത്തിലൊക്കെ ഇപ്പോൾ വഴിയരികിലൊക്കെ മിഠായികൾ വാരി വിതറിയിക്കുകയാണല്ലോ ആളുകൾ. അത് വെളിച്ചില്ലാത്ത ഗേറ്റിൻ്റെ വീടിൻ്റെ മുമ്പിൽ അവിടെയൊക്കെയാണ് കൂടുതലായിട്ട് വിതറിയിക്കണത്. എന്തൊക്കെ തന്നെയാലും പിഞ്ചു മക്കളെടുത്ത് കഴിക്കൂലേ നല്ല ചോക്ലേറ്റ് മിഠായികൾ. അതെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചേർത്തിക്കണമെങ്കിൽ ആർക്കറിയാം റബ്ബേ. പിന്നീട് അതെന്നും കുട്ടിയൊക്കെ കിട്ടേണ്ടി വരും. പിന്നെ ക്യാഷ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ട് അങ്ങനെ. അല്ലാ കാത്തു രക്ഷിക്കണം. മക്കളെ നിങ്ങൾ അതൊന്നും കണ്ടെടുക്കരുത് കേട്ടോ. ഇല്ലമ്മ, ഞങ്ങളൊന്നും എടുക്കൂല. ശരിക്കും പറഞ്ഞാൽ സൗദക്ക് വല്ലാത്തൊരു വിഷമാണ് റബ്ബേ. ഞാൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉമ്മയും മറ്റു 3 പെൺകുട്ടികളും ഒറ്റക്കായിരിക്കും. റബ്ബേ, എൻ്റെ ഉമ്മാക്ക് അത്ര ശക്തിയൊന്നും ഇല്ലല്ലോ. ഒരാണിനെ തടുക്കാൻ മാത്രമൊന്നും ഒന്നിനും അടുക്കൂല. ബാപ്പയാണെങ്കിൽ അങ്ങനെ നടക്കുകയാണ്. ബാപ്പാക്ക് തീരെ ഒരു ചിന്തയും കാര്യം ഒന്നുമില്ല ഞങ്ങളെക്കുറിച്ചൊന്നും. എന്നാൽ റബ്ബേ, ആരായിരിക്കും ഇന്നെ രക്ഷിക്കാൻ വന്ന ആള്? ഭാഗ്യമുണ്ട്. അതിനു മുമ്പ് അവിടെ ഇരുന്ന ആളുകളാണോ എന്താവോ? എന്തൊക്കെ തന്നെയാലും ഓന് കിട്ടേണ്ടേ കിട്ടിക്കണ്. ഇനി ഈ പരിസരത്ത് വരൂലായിരിക്കും ഉമ്മ, ഇനി വരൂല. നല്ല രീതിയിൽ അയാളെ ചീത്തറിനെ ഓടിച്ചു വിട്ടിക്കണം. മോളെ
അതൊന്നല്ല, ഇനിയാണ് അവനക്ക് ദേഷ്യം കൂടുതൽ. ഇനി അവന് പക വെക്കും, ഉറപ്പാണ്. പഠിച്ചോനെ, നവാസും എൻ്റെ കുട്ടിയും തമ്മിൽ നിക്കാഹ് വേഗം കഴിഞ്ഞ് കിട്ടിയാൽ അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എന്നാൽ പിന്നെ സമാധാനമായിരുന്നു. എനിക്കെൻ്റെ ബാക്കിയുള്ള കുട്ടികളെ നോക്കിയാൽ മതിയല്ലോ. മോളെ, ഉമ്മാക്കിപ്പോൾ പേടിയാണ് അയൽവക്കത്തെ വീടുകളിലേക്കൊക്കെ പണിക്ക് പോകാനൊക്കെ. എൻ്റെ കുട്ടികളെ വിട്ട്, അത് സ്കൂൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്കൂളില്ലാത്തപ്പോഴൊക്കെ പേടിയാണ് മോളെ, വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് നിർത്തി പോവാൻ. ഉമ്മ നിങ്ങൾ പേടിക്കണ്ട, ഇനി ഉമ്മ അതിനൊന്നും പോവണ്ട മോളെ. പിന്നെ എങ്ങനെ എൻ്റെ കുട്ടിക്ക് ടൈലറിങ്ങിൽ കിട്ടുന്ന ഈ ഒരു കുറഞ്ഞ രീതിയിലുള്ള ഈ ഒരു ക്യാഷ് അതുകൊണ്ട് ഒപ്പിച്ചൊക്കെ എൻ്റെ ബാപ്പാൻ്റെക്ക് കിട്ടുമെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ചോദിക്കലുമില്ല, ചിലപ്പോൾ ചോദിച്ചാൽ ദേഷ്യമാണ്. ചോദിക്കാനും പറയാനൊന്നും പറ്റൂല. വരുമ്പോൾ വരിക, പോകുമ്പോൾ പോവുക. അങ്ങനെ ബാപ്പ ആയതുകൊണ്ട് തന്നെ മക്കൾക്കും ഭാര്യക്കും പേടിച്ച് കഴിയേണ്ട സ്ഥിതിയാണ് നാട്ടുകാരെ. ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ, പഠിച്ചോനെ നമുക്ക് ആരെങ്കിലും ഇറക്കി തരും. ഇപ്പോൾ കണ്ടില്ലേ ആരാണ് അദ്ദേഹത്തെ തടഞ്ഞത്, അതെനിക്കറിയണില്ല, ആരറിയില്ല. കണ്ടില്ലേ, ഞാൻ പഠിച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. മോളെ, ഞാനും പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ കുട്ടികളെ കാക്കാൻ. പഠിച്ചവനായിട്ട് ഒരാൾ ഇറക്കിയതായിരിക്കും, അല്ലാതെ നമ്മളെ കൂടെ അല്ലാഹ് ഉണ്ടാവും. നമ്മൾ പഠിച്ചവനോട് എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കല്ലേ ഉമ്മ. മക്കളെ, കടയ്ക്ക് സാധനത്തിന് വിടാൻ തന്നെ പേടിയാണ്. പെൺകുട്ടികളല്ലേ, എത്രയെന്ന് കരുതിയിട്ട് നടന്നൊക്കെ പറഞ്ഞേക്കുക. എന്നാലും അപ്പുറത്ത് റജിനത്ത് ഉണ്ടായതുകൊണ്ട് അവരെ സഹായെങ്കിലും നമുക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാവും. അതെന്നെ വലിയ ഭാഗ്യം. സാധാരണ ബാപ്പാരാകുമ്പോൾ മക്കളെ കെട്ടിക്കാനുള്ള എന്തെങ്കിലും ഭാഗ്യമൊക്കെ നോക്കൂലേ, ഇതങ്ങനല്ല. അവിടെയും ഇവിടെയും പോയി പെണ്ണിട്ട് ജീവിക്കുക. പെൺമക്കളായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ബോധം വേണ്ടേ? മക്കളെ കെട്ടിക്കണം, അതിനുള്ള പൈസ ഉണ്ടാക്കണം. എവിടെ, വീട് വരെ നന്നാക്കിയിട്ടില്ല. പറ്റേ അങ്ങ് പൊളിഞ്ഞാടാനേക്കണ് വീട്. ബാപ്പാർക്ക് ചിന്തയില്ലെങ്കിൽ പിന്നെന്താ ഉമ്മ കാട്ടുക? പറഞ്ഞിട്ട് കാര്യമില്ല. പഠിച്ചവനെ, ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അന്ന് ഷമ്മാസ് എല്ലാം കയറി വന്ന സമയത്ത് എവിടെ ഉപ്പാന്നെങ്ങാനും ചോദിക്കുമോയെന്ന് ഞാൻ പേടിച്ചു. ഭാഗ്യത്തിന് അതൊന്നും ചോദിച്ചില്ല. മോളെ, ചോദിക്കുകയാണെങ്കിൽ ഉമ്മാൻ്റെ കുട്ടി എന്താ പറയുക? ഉമ്മാൻ്റെ കുട്ടി പറഞ്ഞോണ്ട് കോയമ്പത്തൂർ ബാപ്പാക്ക് ബിസിനസ്സാണെന്ന് കേട്ടോ. ഉമ്മ, എങ്ങനെ ഉമ്മ ഈ ഒരു സമയത്ത് ഇങ്ങനെ നമ്മൾ കളവ് പറയാം? അല്ല മോളെ, പിന്നെ എന്താ ചെയ്യുക? എൻ്റെ ബാപ്പ വേറെ പെണ്ണിട്ടിക്കണ പറയാൻ പറ്റുമോ? എന്തൊരു മോശമാണത്. അങ്ങനെ പറഞ്ഞു കേട്ടല്ലോ ഉമ്മ, ഞമ്മക്കറിയില്ലല്ലോ. ഉള്ളത് അതും അറിയില്ല, ഉള്ളതാണോ ഇല്ലാത്തതാണോ, ഞാൻ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണോ അതും അറിയില്ല. ഉമ്മ, ഇൻഷാ അല്ലാ ഇപ്പോൾ വരുമായിരിക്കും, നിങ്ങൾ വിഷമിക്കല്ലേ. മോളെ, വന്നാലും എന്താ, 1-2 ദിവസം നിന്നെങ്കിലും നിന്ന്, എന്തെങ്കിലും കൊണ്ടുവന്ന് ചിലപ്പോൾ കയ്യിൽ ഒരു 500 ഉറുപ്പിക തന്നെങ്കിലായി. ചോദിക്കുമ്പോൾ പറയും അവിടെ പണിയുണ്ട്, ഇവിടെ പണിയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ. ഒന്നും തുറന്നു പറയില്ലല്ലോ. ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട്, എൻ്റെ മോൾക്ക് 10-23 വയസ്സായി. ഒരിക്കൽ പോലും എൻ്റെ മോളെ കല്യാണം ഉണ്ടാവും, ഈ വീടെങ്കിലും നന്നാക്കട്ടെ എന്ന് ഉപ്പ ചിന്തിച്ചാൽ എത്ര നന്നതായിരുന്നു. പക്ഷെ അതൊന്നും മൂപ്പർക്ക് ചിന്തയും കാര്യമില്ല. ഇനി ഓലെ വീട്ടുകാരത് അറിയുമ്പോൾ എന്താണാവോ. ഉമ്മ, അതൊന്നും ഉറപ്പില്ലല്ലോ. ഉമ്മക്ക് അറിയോ? അതൊക്കെ ഉറപ്പില്ലാത്ത കാര്യങ്ങളല്ല, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കല്ലേ. ഉപ്പ ജോലിക്ക് പോയി തന്നെ ആയിരിക്കും. ഉപ്പ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ, പിന്നെ എന്തെങ്കിലും ക്യാഷും. എപ്പോഴെങ്കിലും 500 രൂപ തിന്നുകൊണ്ട് എന്ത് കാട്ടാനാ? റേഷൻ കട ഉണ്ടായതുകൊണ്ടല്ലേ നമ്മളെ ചിലവൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പോണത്. പിന്നെ മുറ്റത്തൊരു മുരിങ്ങമരം, അതുണ്ടാകുന്നിടത്തോളം കാലം റേഷൻ പിടിയിൽ നിന്ന് അരിയും ഫ്രീ ആയി കിട്ടും, നമുക്ക് മുരിങ്ങൻ്റെ ഇലയും കിട്ടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആട്ടാനായിട്ട് റജിനത്ത് തരുന്ന ആ ഒരു തേങ്ങ, അതുകൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കി, അങ്ങനെയൊക്കെയാണ് കൈ തന്നെ. അല്ല എന്താ കാട്ടുക? ഉമ്മാക്കും മക്കൾക്കും ആ രാത്രിയിൽ നല്ല സങ്കടമായിരുന്നു. പെട്ടെന്ന് അതാ വാതിലിന് ഒരു മുട്ട് കേൾക്കുന്നു. ഉമ്മ, ഉമ്മ. ആ, എന്താ മോളെ? ആരോ വാതിലിന് മുട്ടുന്നുണ്ട്. പടച്ചിറപ്പേ, ആരാണ്? ആ സത്താറെങ്ങാനും ആവുമോ? അറിയില്ലമ്മ. വാതിൽ തുറക്ക്. പഠിച്ചോനെ, ആരാ? ഉമ്മ ആ ജനലിലുള്ള കൂടെ നോക്കി നോക്കി. ഓ എൻ്റെ റബ്ബേ. ഉമ്മ അതാ വാതിൽ തുറക്കുന്നു. ഓ, ഇങ്ങളായിരുന്നോ? ഞാൻ ആകെ പേടിച്ച് പോയി. എന്തെങ്കിലും നട്ടപ്പോൾ അതിനൊക്കെ കയറി വരുന്നത്?
അതെ, ഒന്നുമല്ല, എനിക്ക് വണ്ടി കിട്ടിയില്ല, ലേറ്റായി. ഓ എൻ്റെ റബ്ബേ, എന്നാ ഇതാ കുട്ടിയാൾക്ക് കൊടുത്തോളാം. എന്താണിത്? എന്തിനാണ് മനുഷ്യ നിങ്ങൾ ഇങ്ങനെ ഇടങ്ങാറായി അവിടെയും ഇവിടെയും പോയി നിൽക്കുന്നത്? മക്കൾക്കും ഞങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ കഴിയണില്ല. എന്തുണ്ടായി? ഒന്നുമില്ല, ഇവിടുത്തെ ആൾക്കാരൊക്കെ പേടിയാണ്. ഞാനും എൻ്റെ പെൺകുട്ടികളും ഒറ്റക്കാന്നുള്ള ചിന്ത നിങ്ങൾക്കില്ലല്ലോ. വിവാഹം ഉറപ്പിച്ചൊരു പെൺകുട്ടി ഉണ്ട് ഇവിടെ, അതിനെക്കുറിച്ചൊക്കെ വല്ല ചിന്തയുണ്ടോ? അതിനിപ്പോൾ എന്താ ഇവിടെ ഉണ്ടായത്? എന്തുണ്ടാകാനാ? എന്തേ? ഒന്നുമില്ല, ആ ചങ്ങായി ഉണ്ടല്ലോ, ആ മോള് എപ്പോഴും ഇങ്ങനെ മോളോട് സംസാരിക്കാനും എന്തിനും വരികയാണെന്ന് പറഞ്ഞു. ആര്? ആ സത്താറില്ലേ, ആ ലക്ഷണം കെട്ട ചങ്ങായി. ഓഹോ, അങ്ങനെ. എന്താ പറഞ്ഞത്? ഒന്നുമില്ല, ഓളെ കാണുമ്പോത്തിന് കല്യാണം കഴിക്കട്ടെ അങ്ങനെ എങ്ങനെ ചോദിച്ചു വരാൻ. അതിനെന്താടി, അത് നല്ല കാര്യമല്ലേ. ദേ, നിങ്ങളെന്താ അനാവശ്യം പറയുന്നുണ്ടോ? ഏ എന്താ നിങ്ങൾക്ക് എന്താ സ്ഥിരബോധത്തോടു കൂടിയല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ ആള് മാറിയിക്കണല്ലോ, എന്താ പറ്റിയത്? ഇതൊരു ഗ്ലാസ് വെള്ളം കൂടെ എടുത്താ. എന്തൊക്കെയാണോ പറഞ്ഞത്? എനിക്കൊന്നും കേട്ടതില്ല, മനസ്സിലാവില്ല. അല്ല മനുഷ്യ, നിങ്ങൾ സ്വഭാവത്തോടു കൂടിയല്ലേ കയറി വന്നിക്കണത്? എന്ത് ചിങ്ങനൊക്കെ ചോദിക്കണേ? വെള്ളം എടുക്ക്. ഉമ്മ അപ്പോൾ തന്നെ വെള്ളം കൊടുത്തു. എന്നാൽ ആ വെള്ളം കുടിച്ച് അതാ അവിടെ കിടന്ന് തന്നെ ഉപ്പ കിടന്നുറങ്ങുകയായിരുന്നു. പഠിച്ചോനെ, ഇതാണ് സ്ഥിതി. പിന്നെ എന്താണ് എൻ്റെ മക്കളെ ഞാനും ചെയ്യുക? എനിക്കറിയുന്നില്ല. മൂപ്പര് എവിടേക്കാ പോയത് എന്നാ വന്നതെന്നോ? കോയമ്പത്തൂർക്ക് തന്നെ വരും. ഇതാ കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ ഇതാ ഇവിടെ കൊടുന്നിക്കണ്, കുട്ടികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ്. ഇതുകൊണ്ടൊക്കെ എന്താ? എന്നാലും കിട്ടിയതായി. അറ്റങ്ങൾ പൈപ്പ് എടുക്കാൻ വെറും ഈ റേഷനിൽ തിന്ന് മടുത്തിക്കണ്. എപ്പോഴെങ്കിലൊക്കെ ഒരു ഇറച്ചി മീനും കോഴിയൊക്കെ വാങ്ങണ്ടേ? പാവം റെജിന് ഇടയ്ക്കിടയ്ക്ക് അവിടെ വെക്കണമെന്ന് ഇവിടെ കൊണ്ടുവരും. അങ്ങനെയാണ്. ഇനിയിപ്പോൾ 2 ദിവസം ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടാവും, കയ്യിൽ കുറച്ച് പൈസ തന്നിട്ടാണ് പോവും. അങ്ങനെയൊക്കെ തന്നെ. അല്ലാ പഠിച്ചോനെ, എന്താ കാട്ടുക ഇങ്ങനെയൊക്കെ ആയാൽ? സൗദ എഴുന്നേറ്റ് വന്നു. ഉമ്മ ഇതടി ബാപ്പ വന്നിക്കണ്, ബാപ്പ വന്നാണ് കിടന്നിക്കാണ് വെള്ളം ചോദിച്ച് കണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണാവോ നീച്ചൽ? ഒരു സമാധാനമില്ല. എവിടുന്നാണ് എപ്പോഴാണ്? വണ്ടി കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. ആർക്കറിയാം മോളെ, നമ്മളെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടത്തിൽ തന്നെയാണ്. എൻ്റെ കുട്ടിയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട എനിക്ക് സമാധാനം ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത് നിക്കാഹിൻ്റെ. അപ്പം ഇളാപ്പാർക്കും മൂത്താപ്പാർക്കും ഒന്നും ഇങ്ങോട്ട് ആയി കിട്ടണില്ല. ഓൽക്കൊക്കെ നോമ്പ് കഴിയട്ടെ, പെരുന്നാൾ കഴിയട്ടെ പറഞ്ഞ് നിൽക്കുകയാണ്. ഓല വിചാരം ഓൽക്കൊക്കെ ഇതിയുമ്പോൾ നല്ല ചിലവുണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കേ. ആ അഞ്ചൻ്റെ മോള് ഏട്ടൻ്റെ മോളെ കല്യാണമല്ലേ, അതുകൊണ്ട് എളാപ്പാർക്കും മൂത്താപ്പാർക്കൊക്കെ കണ്ടറിഞ്ഞെന്തേ കൊടുക്കണ്ടില്ലേ, ഓൽക്ക് ചിലവുണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും ഇത് നീട്ടിട്ടത്. എന്തിന്? എന്നോട് റജിനെ പറഞ്ഞിക്കണല്ലോ ഒരു സാധനം വേണ്ട താത്ത, മഹറല്ലേ, മഹർ ഞങ്ങൾ കൊടുത്തോണ്ട് എന്ന് പറഞ്ഞതല്ലേ. പിന്നെ ഇപ്പം എന്തിനാ ബേജാറാണ്? എനിക്ക് ബേജാറൊന്നുമില്ല. എൻ്റെ കുട്ടിൻ്റെ കൗത്തിൽ ഒരു മാലി 2 കൈമക്ക് 2 വളയൊക്കെ കൊടുത്ത് വിടാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള സാമ്പത്തികമൊന്നും ഞമ്മക്കില്ലല്ലോ. അപ്പോഴും ഞാൻ റജിനെ പറഞ്ഞത് ഇത് തന്നെയാണ്, താത്ത ഓല് മറ്റോൽക്കും അങ്ങനെ തന്നെ മഹറായിട്ട് ഓല് കൊണ്ടുവരും. ആ മഹറിൽ തന്നെ മാല ഉണ്ടാവും, വള ഉണ്ടാവും, പാദസരം ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ ഒരു സെറ്റാണ് എടുക്കലുണ്ട് ഓല്. അതാ ചെയ്യല്. എന്നാൽ പിന്നത് ഊരി വെക്കും വേണ്ട, വേറൊരു പണ്ടത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണ് താത്ത. അതാണ് ഏകൊരു ആശ്വാസമുള്ളത്. പഠിച്ചോനെ, എന്താ അറിയില്ല, എങ്ങനെയെങ്കിലും പെട്ടെന്ന് നിക്കാഹിച്ച് കല്യാണമൊന്നും വേണ്ട, ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. നാളെ തന്നെ ഞാൻ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങട്ടെ. അല്ലാതെ ഇവരെ എളാപ്പാരും മൂത്താപ്പാരും ബാപ്പയൊക്കെ ഒത്തുവരുമ്പിട്ട് ആയി കിട്ടൂല. ഒക്കെ കണക്ക് തന്നെയാണ്. ഞാൻ എൻ്റെ കുട്ടീൻ്റെ ഭാവി എനിക്ക് രക്ഷിക്കണം. ഇതൊന്നും ഓല അറിയണം കാണണമെന്നില്ലല്ലോ. എല്ലാവർക്കും പേടിയതുകൊണ്ട് മൂപ്പരെ, അതുകൊണ്ടായിരിക്കും മൂപ്പരെ നേരക്കാരും പോകാത്തത്. എൻ്റെ കുട്ടിങ്ങൻ രക്ഷപ്പെടട്ടെ. എന്തായാലും വേണ്ടിയില്ല, നാളെ തന്നെ റജിനാക്ക് വിളിച്ച് പറഞ്ഞ് കാര്യങ്ങൾ പറയണം. അല്ലെങ്കിൽ എൻ്റെ കുട്ടീൻ്റെ ജീവൻ തന്നെ ബാക്കി കിട്ടും എനിക്കറിയില്ല. ഓനവൻ്റെ പക തീർക്കാൻ വേണ്ടി നടക്കുകയാണ്. എന്താ പഠിച്ചോനെ കാട്ടുക എനിക്കറിയുന്നില്ല. ഉമ്മാക്ക് നല്ല ടെൻഷനാണ്. എന്നാൽ ഈ സമയം നവാസിൻ്റെ വീട്ടിൽ അന്ന് നോമ്പുതുറ കഴിഞ്ഞ് പോയതിനു ശേഷം നവാസിൻ്റെ മനസ്സിൽ വല്ലാത്ത ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവളെ കണ്ട ആ സമയം അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞത്. സത്യം പറഞ്ഞാൽ അതൊക്കെ ആലോചിക്കുമ്പോൾ നവാസിന് മോനെ ഉമ്മ വിളിച്ചു. എന്താണ് നീ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നലോകത്താണല്ലോ? ഉമ്മ എന്താ, ഞമ്മക്ക് ഇപ്പം തന്നെ ഉണ്ടാക്ക്. എല്ലാവരും പറഞ്ഞു ഇഫ്താർ കൂടെ നിക്കാഹാണ് കഴിച്ചാളി പറഞ്ഞു. നിക്കാഹ് എളുപ്പമുണ്ടല്ലോ. എന്താ മോനെ, എൻ്റെ കുട്ടിക്ക് തടസ്സവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ?
എന്തുമ്മാ തടസ്സം? ഇനിയെന്താ? ആ, ഞാനും വിചാരിച്ചിക്കണേ നോമ്പുതുറ കഴിഞ്ഞതിന് ശേഷം തന്നെ എൻ്റെ ചിന്താഗതികളൊക്കെ മാറി തുടങ്ങിക്കണല്ലോ. ഉമ്മ റൂമൊക്കെ ഒന്ന് സെറ്റാക്കണ്ടേ മോനെ? അപ്പോൾ ഉമ്മാക്ക് മനസ്സിലായി മോൻക്ക് എല്ലാ കാര്യങ്ങളും അതാ ഇപ്പം ആഗ്രഹമുണ്ട്. പഴയ ചിന്തകളൊക്കെ കുറേ പൊയ്ക്കണ് ഫസീലാൻ്റെ. ആ മോനെ റൂമും ഇതൊക്കെ സെറ്റാക്കണം. അതൊക്കെ ഓളൊക്കെ കിടന്ന് ഇതായതല്ലേ. അല്ലെങ്കിൽ ഉമ്മാൻ്റെ കുട്ടി അപ്പുറത്ത് റൂമിൽ പോയി കിടക്കണോ? അവിടെ സെറ്റാക്കിയാൽ മതിയോ? എൻ്റെ ഇഷ്ടം പോലെ കാട്ടിക്കോ. കാരണം ആ റൂമിൽ കുട്ടികളാവുമ്പോൾ അത് ഉമ്മ അതിനെന്താ, മക്കൾ ഞങ്ങളെ കൂടെ തന്നെ കിടന്നോളൂല്ലോ. മോനെ അത് പറ്റില്ലടാ. അതെങ്ങനെ പറ്റാനാ? ആ പെണ്ണെണ്ണ പുതിയെണ്ണായി കയറി വരികയാണ്. ഓലെമ്മാണെ തിരക്കിടില്ല. ഉമ്മാർക്കും ഉപ്പാക്കും മക്കൾക്കും എവിടെ നിലത്തോ കട്ടുമ്മലോ എവിടെ വെച്ചൊക്കെ എടുക്കുക. പക്ഷെ ഒരു പുതിയ പെണ്ണ് കയറി വരുമ്പോൾ ആ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനെന്തുമ്പോ മക്കൾ മോനെ ശരിയാണ്. നമ്മൾ കണ്ടറിയണ്ട കുറച്ച്. ഓൾക്കിപ്പോൾ ആദ്യത്തെ കല്യാണമല്ലേ. ആദ്യത്തെ കല്യാണത്തിന് ആരെയും കുട്ടികളും മക്കളും റൂമിലുണ്ടാവോ? ഇല്ലല്ലോ. ശരിയാണ്, എൻ്റെ സ്വന്തം മക്കൾ തന്നെയാണ്. കുട്ടികളെ ഞാൻ നോക്കിക്കൊണ്ട് എൻ്റെ റൂമിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞങ്ങൾ അവിടെ കിടന്നുകൊണ്ട് ഞാനും എൻ്റെ കുട്ടികളും ആ വലിയൊരു കട്ടുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ. ഞാനും എൻ്റെ കുട്ടികളും അവിടെ കിടന്നുകൊണ്ട് എൻ്റെ കുട്ടി ആ റൂമൊക്കെ ഒന്ന് റെഡി ആയിക്കോളി, സെറ്റ് ആയിക്കോളി. എന്തെങ്കിലും എന്താ ഫാബ്രിക്കേഷൻ്റെതോ അല്ലെങ്കിൽ എന്താ സീലിങ്ങിൻ്റെതോ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഴയതൊക്കെ കണ്ട് ഒഴിവായിക്കളാം. പഴയ ആ കർട്ടനും കാര്യങ്ങളും ആ കട്ടിലും ബെഡും ഒക്കെ എന്നാൽ ഒഴിവായിക്കാണ്ട് പുതിയതാണ്ട് സെറ്റാക്കിക്കളാം. ഇപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ ഒരു റൂം സെറ്റാക്കുന്ന പരിപാടിയൊക്കെ. ആ ഒരു 2-2.5 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിലൊക്കെ സെറ്റപ്പ് ആക്കുമ്മ. ആ കുറഞ്ഞ രീതിയിലുണ്ട്, കൂടിയ രീതിയിൽ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച്. മോനെ കുറക്കണ്ട. ആ കുട്ടി പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടിയാന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എൻ്റെ കുട്ടി കുറക്കരുത് കേട്ടോ. ഓൾക്കുള്ളത് നല്ല മട്ടത്തിന് തന്നെ അതൊക്കെ കൊടുക്കണം. അല്ലട്ടിയെ മഹറോ? മഹർ എന്താ എടുക്കേണ്ടത് മോനെ? മഹർ കുറച്ച് ഓൾക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കണില്ല ഓലേക്ക്. നമുക്ക് വേണ്ടേനും മഹറായിട്ട് എൻ്റെ കുട്ടിക്ക് ഓളെ കൗത്തുക്കൊരു ചെയിന് വേണം സാധാരണ ഇടാനേ. ഒരു ചെയിനും പിന്നെ കൈമക്ക് ഒരു ബ്രേസ്ലെറ്റും ഒരു വളയും അതുപോലെ തന്നെ കമ്മലും പാദസരും 2 മോതിരും അങ്ങനെ മൊത്തത്തിൽ എത്രാവും നോക്കാം. കാരണം നമുക്കൊന്നും അതേ ഓൾക്ക് ഇടാണ്ടാവുള്ളൂ. അറിയാലോ സ്ഥിതിഗതികളൊക്കെ. അപ്പോൾ ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ എന്തെങ്കിലും നോക്കാം. ചുരുങ്ങിയതൊരു 10 പവനെങ്കിലും എടുക്കുക. ഉമ്മ 10 പവനെങ്ങനെ ഉണ്ടാവും ഉമ്മ? ഒരു പാദസരം തന്നെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ലൊരു പാദസരത്തിന് 5 പവനാണ് ചുരുങ്ങിയത് വേണ്ടത്. പിന്നെ മാലക്കും വിളക്കും കമ്മലിനൊക്കെ തികയോ മോനെ? എന്നാൽ പിന്നെ തൂക്കം നോക്കണ്ട, നമുക്കൊരു സെറ്റ് കൊണ്ട് എടുക്കുക. എല്ലാം കൂടി അടങ്ങിയ അത് എടുത്തിട്ടാണ് കൊണ്ടുപോകുക. ഉമ്മാൻ്റെ കുട്ടി നാളെ തന്നെ ആ റൂം നന്നാക്കാനുള്ള അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് എന്താ എങ്ങനെയാണ് അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ഉമ്മ അത്ര സെറ്റപ്പൊക്കെ വേണം. എൻ്റെ പൊന്നുമോനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾ ആദ്യത്തെ കല്യാണമാണെന്നുള്ളത്. ആദ്യത്തായാലും രണ്ടാമത്തായാലും എന്തൊക്കെ തന്നെയായാലും വേണ്ടിയില്ല. ഒരു പെണ്ണിനെ നമ്മളെ പെരേക്ക് കെട്ടിക്കൊണ്ടുവരുമ്പോൾ ആ പെണ്ണിൻ്റെ റൂമും കാര്യങ്ങളും അതൊക്കെ നല്ലൊരു വെടുപ്പും വൃത്തിയിലൊക്കെ ആക്കി വെക്കുമ്പോൾ അതൊരു കാണുമ്പോൾ ഒരു സന്തോഷം സമാധാനമല്ലേ. ഉമ്മാൻ്റെ കുട്ടി പഴയ സാധനങ്ങളൊക്കെ ഒഴിവാക്കി ഫസീലൊക്കെ ഇടുന്ന ഒരു സാധനം ഇവിടെ വേണ്ട. അത് കേട്ടപ്പോൾ ശരിക്കും നവാസ് ഞെട്ടിപ്പോയി. ഉമ്മ എന്താടാ മറ്റൊരുത്തൻ്റെ കൂടെ പോയിട്ടും എനിക്കിപ്പോഴും ആ ഒരു ഇത് മതിയായിട്ടില്ലേ? അല്ലമ്മ അവളെ പേടിയാണ്. എന്തിനു പേടി? എൻ്റെ സാധനങ്ങൾ മോനെ അതൊക്കെ പുറത്തേക്കിടാൻ നല്ല കേട്ടോ. അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്ത് ഒഴിവാക്കുകയല്ലത്. എന്ത് വെക്കണേ ഓളെ? അന്നെ ഇഷ്ടമില്ല തന്നെ ഇട്ടറിഞ്ഞ് പോയ ആൾക്കാരെ പിന്നെ നമ്മളിവിടെ പിടിച്ച് നിർത്തരുത്. ഒക്കാണ്ട് ഒഴിവാക്കണം. എന്തിന് ഓളെ ഓരോന്നും സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയ വേണ്ടിയത്. മാണെങ്കിൽ അങ്ങോട്ടാണ് കൊണ്ടുപോയിട്ട് കൊടുക്കുക, എന്നാലും വേണ്ടിയില്ല. ഉമ്മ എൻ്റെ സാധനം ഇവിടെ അങ്ങനെയൊക്കെ പറഞ്ഞ് വരാനും മടിക്കൂല. ആഹാ അവൾ കണ്ട് വരട്ടെ. വക്കീൽ നോട്ടീസൊക്കെ കണ്ട് അയച്ചുകൂട്. അല്ലാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കല്ല. അങ്ങനെ ഉള്ളവർക്കേ അങ്ങനത്തെ ശിക്ഷ തന്നെയാണ്. എന്നാൽ ഹുസൈനാജിയുടെ മുഖത്ത് ആശ്രയിച്ചത് അവളാണെന്ന് ഒരിക്കലും ഷമ്മാസ് വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ഉമ്മയോടും പറഞ്ഞിട്ടില്ല, നവാസിനോടും പറഞ്ഞിട്ടില്ല. എന്തൊക്കെ തന്നെ തെറ്റു പറ്റിപ്പോയി. പിന്നെ ഞാനത് പറഞ്ഞ് ഇനി ഇവരെ ടെൻഷനാക്കിയാൽ ഉമ്മാക്കും നവാസിനും പേടിയായിരിക്കും. അതുകൊണ്ട് തൽക്കാലം അതൊന്നും പറയണ്ട. ഒന്നുമില്ലെങ്കിൽ ആ മക്കളെ മുഖത്ത് നോക്കിയാൽ ഓരമ്മേനെ അങ്ങനെ ചെയ്തതെന്ന് പറയാൻ തോന്നൂലല്ലോ. എന്തായാലും വേണ്ടിയില്ല. അല്ലാ ഞാനിത് പറയാൻ ഒരിക്കലും
എനിക്ക് തോന്നില്ലല്ലോ, കാരണം ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഷോക്കായിപ്പോയി. അത് ഹാജരും ഞാനും ഫസീലത്തെയും മാത്രം അറിയുന്ന ഒരു സംഭവമാണ്. ഫസീലത്താക്കറിയാം, ഹാജർക്കും അറിയാം, എനിക്കും അറിയാം. നാലാമതൊരാൾ, പഠിച്ചവനെ നീയല്ലാതെ മറ്റൊരാളും അതറിഞ്ഞിട്ടില്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും വലിയ മാനക്കേട് തന്നെയാണ് എല്ലാം കൊണ്ടും. പക്ഷേ ഫസീലത്ത് ഇങ്ങോട്ട് ഇനി വരാൻ പാടില്ല. ഇനിയിപ്പോൾ ഡൈവേഴ്സ് ചെയ്താലും ചിലപ്പോൾ എൻ്റെ മക്കളെവിടെ എന്ന് പറഞ്ഞ് കയറി വരാനും മടിക്കാത്തവളാണ്. ഡൈവേഴ്സ് അതൊന്നും അവർക്കൊരു പ്രശ്നമില്ല. എൻ്റെ മക്കളുള്ളടത്ത് നിൽക്കും, എൻ്റെ മക്കളെ വീട്ടിൽ എൻ്റെ മക്കളെ എനിക്ക് കൊണ്ടുപോകണം എന്നെങ്ങാനും പറഞ്ഞ് മക്കളെ കൊണ്ടുപോയാൽ എന്തായിരിക്കും റബ്ബേ സ്ഥിതി? നവാസ്കാക്ക് താങ്ങാൻ കഴിയുമോ? എനിക്കറിയുന്നില്ല. പഠിച്ചോനെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഷമ്മാസിൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെയുണ്ട്. ഇടയ്ക്ക് ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഉമ്മ ചോദിക്കും, അല്ല ഷാമോനെ, എന്താ എനിക്കൊരു ആലോചന? ഏയ് ഒന്നുമില്ലമ്മ, നുസൈബയുടെ കാര്യം ആലോചിച്ചിട്ടാണ്. അതൊക്കെ റാഹത്തേക്കുള്ളൂ. ഹേയ് അതൊന്നുമല്ലമ്മ, അവൾക്കൊക്കെ അൽഹംദുലില്ലാ റാഹത്ത് തന്നെയല്ലേ. എന്നാലും നോമ്പ് പിടിക്കാനായി കഴിയണ്ടല്ലോ, അതന്നെ വലിയ നിയമത്ത്. ചിലർക്കാണെങ്കിൽ അതിനൊന്നും കഴിയൂല. അവൾ ഭാഗ്യമുള്ള കുട്ടിയാണ്. പഠിച്ച റബ്ബിന് അവളെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൾക്ക് നല്ലത് കൊടുത്തത്. നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ, അതന്നെയല്ലേ വലിയത്. ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മ എന്താടാ? എൻ്റെ മോന്, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ 3 ആൺകുട്ടികളാണ്. എനിക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന വാക്ക്, എപ്പോഴും പറയാൻ പറ്റുന്ന പേര് ഷമ്മാസ് തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. എനിക്കെൻ്റെ 3 മക്കളും ഒരുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വഭാവത്തിൻ്റെ കാര്യത്തിലും പ്രവൃത്തിയുടെ കാര്യത്തിലുള്ള മാറ്റം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ 3 മക്കളെയും 3 രീതിയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. നവാസിനെ കുറച്ച് ധൈര്യം ഇല്ലാതായിപ്പോയി. ഓനങ്ങനെ എൻ്റെ ജീവിതം കുറേ മുമ്പ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചു, ഓളെ പേടിച്ചിങ്ങനെ ജീവിച്ചു. അപ്പം അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി. ഫൈസലിന് പിന്നെ പറയണ്ടല്ലോ. പിന്നെയും കുറച്ചൊരിതുള്ളത് എനിക്ക് അന്നയിലാണ്. പഠിച്ചോനെ, എൻ്റെ മക്കളെ നീ കാത്തുരക്ഷിക്കേ. ഉമ്മ എല്ലാ മക്കൾക്കും വേണ്ടി ദുആ ചെയ്യേ. എല്ലാ മക്കളുടെ കാര്യങ്ങളും റെഡി ആവട്ടെ. ഷമ്മാസ് അപ്പോഴും അതാണ് പറഞ്ഞത്. മോനെ, ഷാമോനെ, ഉമ്മ വിളിക്കുന്നു. എന്തുമ്മ? പിന്നെ നവാസിൻ്റെ റൂമൊക്കെ ഒന്ന് ശരിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഇനിയിപ്പോൾ നോമ്പ് ഇനിയിപ്പോൾ കുറഞ്ഞ ദിവസമല്ലേ ഉള്ളൂ. പെരുന്നാൾക്ക് തന്നെ അങ്ങോട്ട് ആക്കിയാലോ നമുക്ക് ഈ ഒരു പരിപാടി? പെരുന്നാൾക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ പറ്റുമോയെന്ന് അറിയില്ല കേട്ടോ. ഇനി നിൽക്കാൻ കഴിഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഈ പെരുന്നാൾക്കൊരു സന്തോഷമായിക്കോട്ടെ. എന്തേ പിന്നെ പിറ്റേന്ന് മുതൽ പിന്നെ 6 നോൽമ്പായില്ലേ? പറ്റുമെന്ന് ചോദിച്ചു നോക്ക് ഉമ്മാൻ്റെ കുട്ടി കേട്ടോ. അപ്പോഴത്തിന് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. അവൾക്ക് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം എടുക്കണം. മഹർ വാങ്ങാൻ പോകണം. അതൊക്കെ ഉണ്ട് മോനെ. അപ്പോൾ വീട്ടുകാർ സമ്മതിച്ചോ? ഞാൻ ഒന്നും കൂടി റജിനത്താക്കൊന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോൾ തന്നെ ഉമ്മദ റജിനത്തേക്ക് വിളിക്കുന്നു. ഹലോ റജിയെ. താത്ത എന്തൊക്കെ വർത്താനം? അൽഹംദുലില്ലാ സുഖം തന്നെ ഡി. സൗദൻ്റെ കാര്യം പറയാൻ. താത്താക്ക് ഇപ്പോൾ എപ്പോഴും സൗദൻ്റെ കാര്യമാണല്ലോ. പിന്നെന്താ? ഓല് പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞതുമില്ല. ഞാൻ പറയാം, പെരുന്നാൾക്ക് പറ്റുമോന്നാവുമെന്നറിയാം. താത്ത നല്ല ദിവസമാണല്ലോ. എനിക്ക് അതിനെക്കുറിച്ച് മസലൊന്നും അറിയില്ല കേട്ടോ. പറ്റുന്നുണ്ടെങ്കിൽ പെരുന്നാക്കിനുണ്ടായിക്കോട്ടെ. ഒന്നും വേണ്ട, പരിപാടിയാണ് കൂട്ടിക്കൊണ്ടുപോവുക. നിക്കായിച്ച് കണ്ട് പറ്റൂലേ? ആടി, എനിക്ക് അതിന് തന്നെയാണ് പൂതി. പാർട്ടിയും പരിപാടിയൊക്കെ ഉണ്ട് പിന്നാക്കാം. അതെന്താന്നോ, നിക്കാഹ് കഴിഞ്ഞിട്ട് സമാധാനമായി. അതുകൊണ്ടാണ് ഞാൻ ഓലോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടെന്നാലേ പെട്ടെന്ന് തന്നെ. അങ്ങനെ റജിനത്ത അപ്പോൾ തന്നെ സൗദിയുടെ ഉമ്മക്ക് വിളിക്കുന്നു. താത്ത, ഇത് ഞാനാണ്, റജിനയാണ്. എൻ്റെ മോളെ. അല്ലേ, താത്ത വിളിച്ചീനു. പെരുന്നാക്കെങ്കിലും ഇത് താത്താക്ക് നോമ്പ് നടക്കായിട്ട് നല്ല സങ്കടമുണ്ട്. പെരുന്നാക്കെങ്കിലും ഇതൊന്ന് ശരിയാകണം, കൊണ്ടുപോകണം എന്നൊക്കെയാണ് പറയണത്. ഓളെ കൂട്ടി കൊണ്ടുപോകണം നിക്കായിച്ച് കണ്ട് തന്നെ. എടി എനിക്ക് സമ്മതം. ഇന്നിപ്പോൾ നോമ്പിനായാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ എൻ്റെ കുട്ടി കഴിച്ചിലാവട്ടെ, അതേ ഉള്ളൂ താത്ത. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടുള്ളതൊക്കെ അതൊക്കെ ഓരോക്കെ തീരുമാനിക്കല്ലേ. ഞാൻ ഓളെ പെറ്റമ്മ എന്നുള്ള നിലക്ക് എൻ്റെ തീരുമാനം ഇതാണ്. കഴിയുന്നതും വേഗം കൊണ്ടുപോയിക്കോളി ഓളെ നിങ്ങളെ വീട്ടിക്ക്, അതാ നല്ലത്. ഉമ്മയുടെ സംസാരത്തിൽ കരച്ചിലുണ്ടായിരുന്നു. ശരിക്കും റജിനത്ത് വിചാരിച്ചു, എന്തപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയത്? ആയിക്കോട്ടെ. അപ്പോൾ തന്നെ നവാസിൻ്റെ ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞു, താത്ത നോമ്പിന് തന്നെ ആണെങ്കിലും സമ്മതം എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടംപോലെ പെരുന്നാക്കാണെങ്കിലും കുഴപ്പമില്ല. മോനെ, ഷാമോനെ. എടാ നവാസേ. എന്തുമ്മ? കേട്ടില്ലേ? നോമ്പിനായാലും കുഴപ്പമില്ലാന്ന്.
അത് കേട്ടപ്പോൾ നവാസിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അവൻ നാണം കൊണ്ട് തല താഴ്ത്തി. ഉമ്മയും ഷമ്മാസും അത് കണ്ട് ചിരിച്ചു. മാഷാ അല്ലാ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.